Welcome dear students. In this session we will discuss about the loops in C. The major loop control structures used in C are while loop, do while loop and for loop. What is a loop control structure? എന്താണ് ഒരു loop control statement എന്ന് പറയുന്നത്? There may be some situation where a block of code needs to be executed several number of times. അതായത് ഒരു particular group of statements repeated ആയിട്ട് particular number of times execute ചെയ്യേണ്ടി വരും. നമുക്കറിയാം നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷനിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും. അതായത് ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു സീക്വൻഷ്യൽ വേയിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. പക്ഷെ ലൂപ്പിന്റെ കേസിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സീക്വൻഷ്യൽ മാനറിലല്ല സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സീ ദ ഫ്ലോ ഡയഗ്രാം. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ദർ ഷുഡ് ബി എ കണ്ടീഷൻ. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ ചെക്ക് ചെയ്യും. ഇഫ് ദ വാല്യൂ ഓഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു, റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എഗെയിൻ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ദി കണ്ടീഷൻ. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. If the condition is again true, the same statements will be executed. എപ്പോഴാണോ കണ്ടീഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആവുന്നത്, then it will be exited from the loop. ഇതാണ് ഒരു ലൂപ്പിന്റെ വർക്കിംഗ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ്. ഓരോ ലൂപ്പും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ വൈൽ ലൂപ്പ്. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം അൺടിൽ എ പെർട്ടിക്കുലർ കണ്ടീഷൻ ഈസ് ഫോൾസ്. ഇപ്പൊ എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. വൈൽ ലൂപ്പിൽ എന്ന് പറയുന്നതും സെയിം ക്രൈറ്റീരിയ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സിൻടാക്സ് എന്ന് പറയുന്നത് ഓരോ ലൂപ്പിന്റെ കേസിലും എന്ന് പറയുന്നത് സിൻടാക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. നൗ വി ക്യാൻ സീ ദ സിൻടാക്സ് ഓഫ് വൈൽ ലൂപ്പ്. ആദ്യം നമ്മൾ വൈൽ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും ആൻഡ് വിത്തിൻ പാരന്തസിസ് യു ക്യാൻ ഗിവ് എ കണ്ടീഷൻ. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ഇഫ് ദ വാല്യൂ ഓഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, ദ സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ഓപ്പണിംഗ് ബ്രേസസിനും ക്ലോസിംഗ് ബ്രേസസിനും ഇടയ്ക്കായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഈ കണ്ടീഷൻ എപ്പോഴൊക്കെ ഈ കണ്ടീഷൻ ട്രൂ ആണോ അത്രത്തോളം ടൈം ഈ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. വെനെവർ ദ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ് ഇറ്റ് വിൽ സ്കിപ്പ് ദ ലൂപ്പ് ബോഡി. ഇതിനെയാണ് നമ്മൾ ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. So we can see the flow diagram of while loop. There should be a condition, and if the condition is true, the code block will be executed. Again it will return back to the condition. Again check whether the condition is true or false. If the condition is true, the code block will be executed. And whenever the value of the condition becomes false, it will skip the loop. Okay, so loop skip ചെയ്തിട്ട് ലൂപ്പ് കഴിഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെന്റിലോട്ട് പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യും. Now we can see an example. The program is to print the first 10 natural numbers using while loop. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. സോ നമുക്കറിയാം ആദ്യമായി നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് ലാസ്റ്റ് പ്രിന്റ് ചെയ്യേണ്ട നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം, ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആയിരിക്കണം. നമുക്കറിയാം രണ്ട് കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് +1 ആയിരിക്കും അല്ലേ. സോ 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്നതായിരിക്കണം നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട്. സോ നമുക്കറിയാം ഒരു ലൂപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ചെക്ക് എ കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കണ്ടീഷന്റെ വാല്യൂ എപ്പോഴും ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ലൂപ്പ് എന്ന് പറയുന്നത്
വർക്ക് ചെയ്യുള്ളൂ. സോ ആ ലൂപ്പിൽ നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിളാണ് ഇവിടെ ഐ എന്ന് പറയുന്നത്. സോ ഈ ലൂപ്പ് വേരിയബിൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ വാല്യൂ ആയ 1 ആയി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഐ ഈസ് ഇനീഷ്യലൈസ്ഡ് ആസ് 1. നൗ മെസ്സേജ് കൊടുത്തു, അതായത് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുത്തു. ഇനിയാണ് നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി വിൽ ഗീവ് ദ സ്റ്റേറ്റ്മെന്റ് വൈൽ. ആൻഡ് വാട്ട് ഈസ് ദ കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ? ദ വാല്യൂ ഓഫ് ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. സോ ദ കണ്ടീഷൻ ഈസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ആൻഡ് ഇതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നാച്ചുറൽ നമ്പർ പ്രിന്റ് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ഐ ഈസ് 1. സോ ഇറ്റ് വിൽ ചെക്ക് ദ കണ്ടീഷൻ. What is the condition? I less than or equal to 10. The value of initial value of I is 1. Therefore, it will check whether 1 less than or equal to 10. The condition is true. The condition true ആയതുകൊണ്ട് it will come to the loop. Loopinagatu we are giving the printf statement to print the value of I. So I യുടെ value print ചെയ്യും. I യുടെ value print ചെയ്യും എന്ന് പറഞ്ഞാൽ 1 is printed. The next statement is I equal to I plus 1. That is, we have to increment the value of I by 1. So, I the value increment you. Now, the value of I is 2. Okay. So, namukkariyam loop execute ചെയ്തു കഴിഞ്ഞാൽ again it will return back to the condition. വീണ്ടും condition check ചെയ്യും. 2 less than or equal to 10. The condition is true. So, it will print the value of 2. After that, the value of I is incremented by 1. I the value എന്തായി ഉണ്ടാവും? 3 ആയി ഉണ്ടാവും. Now again it will return back to the condition. It will check whether 3 less than or equal to 10. The condition is true. So it will print 3 and the value of I is incremented by 1. Now the value of I is 4. ഇതേപോലെ ഈ ലൂപ്പ് 10 times എക്സിക്യൂട്ട് ചെയ്യാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. Suppose the value of I is 10. It will check the condition 10 less than or equal to 10. Yes, the condition is true. So it will print 10 and increment the value of I by 1. So now the value of I is 11. So 11i. It will check the condition 11 less than or equal to 10. No, the condition is false. So what will happen? It will not execute the loop body and it skip the loop body. So loop statement skip ചെയ്തതിനു ശേഷം it will come out of the loop. So it causes an exit from the loop. Okay. Now we will discuss about do while loop. അപ്പോൾ while loopും do while loopും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് while loop is known as entry controlled loop whereas do while loop is known as exit controlled loop. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വൈൽ ലൂപ്പിനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വൈൽ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് ദ ലൂപ്പിലാണ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ലൂപ്പിലാണ്. അതേസമയം ഡു വൈൽ ലൂപ്പിൽ വി വിൽ ചെക്ക് ദ കണ്ടീഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ലൂപ്പ്. അതുകൊണ്ടാണ് ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. സീ ദ സിൻടാക്സ് ഓഫ് ഡു വൈൽ ലൂപ്പ്. ഡു എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും, അതിനുശേഷം കേർലി ബ്രേസസ്. ഈ കേർലി ബ്രേസസിനകത്താണ് നമ്മൾ ലൂപ്പ് ബോഡി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഗീവ് ദ കീവേഡ് വൈൽ ആൻഡ് വിത്തിൻ ദ പാരന്തസിസ് യു ഹാവ് ടു ഗീവ് ദ കണ്ടീഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ആഫ്റ്റർ ദ വൈൽ സ്റ്റേറ്റ്മെന്റ് ദർ ഷുഡ് ബി എ സെമി കോളൻ. ഓക്കെ. അപ്പോൾ ഡു വൈൽ ലൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡു വൈൽ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദ ലൂപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ കേസിൽ ഡു വൈൽ ലൂപ്പിന്റെ ഫ്ലോ ഡയഗ്രത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇനീഷ്യൽ കേസിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ലൂപ്പിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ദ കണ്ടീഷൻ ഷുഡ് ബി ട്രൂ. ഇനി എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഇറ്റ് വിൽ സ്കിപ്പ് ദി ലൂപ്പ്. Now we can see an example.
This program is to print the odd numbers up to a limit n. We have to print the odd numbers up to a particular limit n. So, നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സപ്പോസ് ദ വാല്യൂ ഓഫ് n ഈസ് ഗിവൺ ആസ് 12. n എന്ന് പറയുന്നത് 12 ആണ്. n 12 ആണെങ്കിൽ എങ്ങനെയാണ് ഈ 12 വരെയുള്ള ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്കൊരു കൗണ്ടർ വേരിയബിൾ വേണം, ഇനീഷ്യൽ വേരിയബിൾ വേണം, ലൂപ്പ് വേരിയബിൾ വേണം. ആ വേരിയബിൾ i എന്ന് പറയുന്നത് 1 ആയി സെറ്റ് ചെയ്തു. കാരണം നമുക്കറിയാം ഫസ്റ്റ് പ്രിന്റ് ചെയ്യേണ്ട ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ the 1 is initialized in the variable I. After that I have given the statement enter the limit. Then n എന്ന് പറയുന്ന ലിമിറ്റിന്റെ വാല്യൂ റീഡ് ചെയ്തു, പ്രിന്റ് ഓഫ് മെസ്സേജ് കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ ഡു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു വൈൽ ലൂപ്പിനകത്ത് ഡു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ദെൻ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഇതിനിടയ്ക്കാണ് ലൂപ്പ് ബോഡി കൊടുക്കുന്നത്. ലൂപ്പ് ബോഡിയിൽ നമ്മൾ i എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓഡ് നമ്പറാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കോൺസിക്യൂട്ടീവ് ടു ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് +2 ആയതുകൊണ്ട് i എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 2 വെച്ചിട്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് i എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സോ നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് i ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇനീഷ്യൽ വാല്യൂ ഓഫ് i ഈസ് 1. സോ ഡു വൈൽ ലൂപ്പിൽ നമുക്കറിയാം ആദ്യം തന്നെ കണ്ടീഷൻ ചെക്കിംഗ് ഇല്ലാതെയാണ് ഡു വൈൽ ലൂപ്പിന്റെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. സോ കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല, ഇറ്റ് വിൽ കം ടു ദ ലൂപ്പ് ആൻഡ് ദ വാല്യൂ ഓഫ് i ഈസ് പ്രിന്റഡ്, 1 ഈസ് പ്രിന്റഡ് ആൻഡ് ഇൻക്രിമെന്റ് ദ വാല്യൂ ഓഫ് i by 1. നൗ ദ വാല്യൂ ഓഫ് i ഈസ് 3. കണ്ടീഷൻ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാതെ തന്നെ ലൂപ്പിലോട്ട് വന്നു. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ചെക്ക് ദ കണ്ടീഷൻ ആൻഡ് ഇറ്റ് വാല്യൂ വിൽ ബി ട്രൂ. സോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡിയിലോട്ട് പോകും, ചെക്ക് ചെയ്യും 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണോ? യെസ്, 3 ഈസ് പ്രിന്റഡ്. നൗ ദ വാല്യൂ ഓഫ് i ഈസ് ഇൻക്രിമെന്റഡ് ബൈ 2. നൗ ദ വാല്യൂ ഓഫ് i ബിക്കംസ് 5. Again ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. Suppose now the value of i is 11. It will check whether 11 less than or equal to 12. Yes, the condition is true. So it will print the value of I, that is 11 is printed, and it will increment the value of I by 1. Now the value of i is 13. Again it will check the condition 13 less than or equal to 12. Now the value of the condition is false. So it will not execute the loop body and it causes an exit from the loop. നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 3 5 7 9 11. Now we will discuss about for loop. For loop എന്ന് പറയുന്നതും ഇതുവരെ പറഞ്ഞ വൈൽ ലൂപ്പിനെയും ഡു വൈൽ ലൂപ്പിനെയും പോലെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിൻ്റെയും ആൻഡ് ഡു വൈൽ ലൂപ്പിൻ്റെയും സിൻടാക്സിൽ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. സിൻടാക്സ് ഓഫ് ദ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് ഫോർ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. അതിനുശേഷം പാരന്തസിസിനകത്ത് there are 3 parts. First part is known as initialization part, and the second one is known as condition checking, and the third one is known as increment or decrement. അതിനുശേഷം curly bracesനകത്താണ് we will give the loop body or a group of statements. Okay. So നമുക്ക് നോക്കാം എങ്ങനെയാണ് for loopന്റെ flow diagram എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇറ്റ് വിൽ ഗോ ടു ദ ഇനീഷ്യലൈസേഷൻ പാർട്ട്. ഇനീഷ്യലൈസേഷൻ പാർട്ടിലോട്ട് ആദ്യം പോവും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഗോ ടു ദി കണ്ടീഷൻ പാർട്ട്. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ് എങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ കോഡ് ബ്ലോക്ക്. കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ഗോ ടു ദി ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് പാർട്ട്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ അഗെയിൻ ഗോ ടു ദി കണ്ടീഷൻ ചെക്കിംഗ്. സോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം തന്നെ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് പാർട്ടും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു.
ഇനി എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് then it will skip the loop and causes an exit from the loop. See this example. നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രിന്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു എ ലിമിറ്റ് n. n എന്ന് പറയുന്ന ലിമിറ്റ് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക യൂസിങ് ഫോർ ലൂപ്പ്. സോ നമുക്കറിയാം നാച്ചുറൽ നമ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വാല്യൂ ഓഫ് i എന്ന് പറയുന്നത് 1 ആണ്. നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ദ വാല്യൂ ഓഫ് i ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സോ ഇനീഷ്യൽ വാല്യൂ ഓഫ് i ഈസ് 1. കണ്ടീഷൻ ഷുഡ് ബി i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് +1 ആണ്. സോ ദ വാല്യൂ ഓഫ് i ഈസ് അപ്ഡേറ്റഡ് ബൈ 1. ഓക്കെ, സോ നോക്കാം. ഇനീഷ്യൽ കേസിൽ ഐയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ സപ്പോസ് n ഈക്വൽ ടു 6. n equal to 6 ആണെങ്കിൽ 1 less than or equal to 6, condition is true, 1 is printed and I is incremented to 2. Again it will check 2 less than or equal to 6, yes, condition is true and 2 is printed, now the I value is incremented. ഇതേപോലെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്താൽ suppose now the value of I is 6, it will check 6 less than or equal to 6, yes, condition is true, 6 is printed and the value of I is incremented by 1. Now the value of I is 7. It will check whether 7 less than or equal to 6. No, the condition is false. So it will cause an exit from the loop. Okay. നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു. ഈ ഒരു നമ്മൾ പഠിച്ചത് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ആണ്. Thank you. If you like this presentation, you can share this to your friends.